സ്റ്റേറ്റ് നാഷണൽ ലെവലിലുള്ള ട്രാൻസ്പോർട്ട് മിടുക്കന്മാരുണ്ട്. അവർ ചെയ്തു. രണ്ടാമത്തെ വണ്ടി ചെയ്യാം. ആ വണ്ടി ഈ ദിവസത്തിനിടയിൽ ഓടി തുടങ്ങിയത് 2012 2 മുതൽ മെയ് മാസം ജൂൺ മാസം ആണെങ്കിൽ ഈ വണ്ടി ചിലവാക്കിയ പണം ലാഭമായി തിരിച്ചു വരും. ഓരോ വണ്ടിയും നമ്മൾ ഇങ്ങനെ എണ്ണി കണക്കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം നഷ്ടത്തിൽ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ ബസ് നിന്ന് 10 ബസ് എല്ലാവരും എല്ലാ സംഘടനകളും പൊതുപ്രവർത്തകരും ഒന്നിച്ചപ്പെട്ട MLA അറിയിച്ചാൽ മതി. അതനുസരിച്ച് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ ആ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി തരും. നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗമുള്ള സമയത്തിലല്ല ഈ വണ്ടി വരുന്നതെന്ന് കണ്ടാൽ ഒരു ദിവസം പോലും താമസിക്കരുത്. ഉടൻ MLA അറിയിക്കണം. MLA ഉടനെ അവരോടും പറഞ്ഞ് എന്നെ വിളിച്ചു അതിലെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് അറിയിക്കുക. അവരടുത്ത ദിവസം തന്നെ അതിൽ മാറ്റും. ജനങ്ങൾക്ക് ഉപകാരമുള്ള സമയത്ത് വണ്ടി ഓടിയാൽ വിജയിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തെ വേളി റെയിൽവേ സ്റ്റേഷൻ KSRTC നടക്കുന്ന മണ്ടത്തരങ്ങളാണ് പലതും നടന്നുകൊണ്ടിരുന്ന, ഇപ്പൊ സമ്മതിക്കുന്നില്ല. വേളി റെയിൽവേ സ്റ്റേഷനിൽ സെക്രട്ടേറിയറ്റ് സർക്കാർ ബസ് ഇടണമെന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സാറേ ഇതൊക്കെ പണ്ട് ഇട്ടാ സാറേ, എല്ലാം പരാജയപ്പെട്ടി ആരുമില്ല. കാര്യം എന്താണെന്നറിയാം, 8:30 ട്രെയിൻ വരും. ബസ്സിന്റെ ഡ്രൈവർക്ക് സമയം കൊടുത്തിട്ടുണ്ട് 8:30 മണിക്ക് വണ്ടി എടുക്കണം. അതായത് 8:30 മണിക്ക് ട്രെയിൻ വരുന്നത്. ട്രെയിനിലുള്ള ആൾക്കാർ പുറത്ത് വരുമ്പോൾ ഈ ബസ് പോയി. കാരണം ഇവൻ എടുത്തില്ലെങ്കിൽ അവന്റെ ജോലി സസ്പെൻഷനാണ്. കാരണം 8:30 വണ്ടി എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ട്രെയിൻ വരുന്ന 8:30, സമയം പറഞ്ഞേക്കുന്നത് 8:35 8:40. പക്ഷെ ട്രെയിൻ വരാൻ 10 മിനിറ്റ് താമസിച്ചാലും ഈ ബസ് അങ്ങ് പോവും കാലിയായിട്ട്. അപ്പൊ അതങ്ങ് മാറ്റി. ഇപ്പൊ ഷെഡ്യൂളില്ല, അവിടെ ചെന്ന് കിടക്കും. 8:30 ട്രെയിൻ വന്നാൽ 8:40 എടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞത്. ട്രെയിൻ എപ്പോൾ വരുന്നോ 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. ആളുകൾ ഇറങ്ങി വന്ന് കയറാനുള്ള സമയം. ഇപ്പൊ 8:30 ട്രെയിൻ വന്നില്ല, 8:45 8:40 8:50 8:50 എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ സാധാരണ ഒരു KSRTC ബസ് ഏറ്റവും ലാഭത്തിൽ പോകുമ്പോൾ അതിന് കിട്ടുന്ന ശരാശരി ഏണിങ്സ് പെർ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ കൊണ്ട് സമ്പാദിക്കുന്ന പണം, ഒരു സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ഒരു 44 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിലേ ലാഭമാകും. മുകളിലേക്ക് വരണം. ആ വണ്ടിക്ക് ഒരു കിലോമീറ്ററിൽ കിട്ടുന്ന 94 രൂപയാണ്. 35 രൂപ 38 പൈസ. ഇങ്ങനെ ഓരോന്നും എണ്ണി പറക്കി KSRTC നമ്മൾ വിജയത്തിലേക്ക് കൊണ്ടുപോകണം. ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ട്. പറയുമ്പോഴും 5% കുഴപ്പക്കാരുണ്ട്. വഴിയിലിറക്കി